എല്ലാവർക്കും നമസ്കാരം. PK ലേണിംഗ്സിന്റെ പുതിയൊരു PYQ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സും ക്വസ്റ്റ്യൻ ടാക്സും. അപ്പോൾ ക്വസ്റ്റ്യൻ ടാക്സിൽ നിന്നും ഓക്സിലറി വെർബ്സിൽ നിന്നും 2021 വന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഹൗസ് ഇസ് സോ ഡേർട്ടി, ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദ മോഡൽ ഓക്സിലറി? ഇവിടെ മോഡൽ ഓക്സിലറി ഏതാ? മസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ മസ്റ്റിന്റെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഹൗസ് ഇസ് സോ ഡേർട്ടി, ഹൗസ് ഭയങ്കര ഡേർട്ടി ആണ്. ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്, ഞാനത് ക്ലീൻ ചെയ്തേ പറ്റൂ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് ഒരു നെസസിറ്റിയാണ്, ഒരു നിർബന്ധമാണ് അല്ലെ, ഒരു ഒബ്ലിഗേഷൻ ആണ്. ഞാനിത് ചെയ്തേ പറ്റൂ, ഇത് അനിവാര്യമാണ്, ഞാൻ ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവിടെ ഒരു ഒബ്ലിഗേഷൻ, ഒരു കമ്പൽഷൻ, ഒരു നെസസിറ്റി ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ, പറഞ്ഞുള്ളൂ. ടു ഗീവ് അഡ്വൈസ്, ഇവിടെ ഉപദേശിക്കുകയല്ലോ. ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ് എന്ന് പറയുന്നിടത്ത് ഉപദേശം വരുന്നില്ല. പെർമിഷൻ, അനുവാദം അല്ല. ടു ഡിനോട്ട് എബിലിറ്റി, അവിടെ ഒരു എബിലിറ്റി ഒന്നും അല്ല കാണിക്കുന്നത്, പകരോ ഒരു ഒബ്ലിഗേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ മസ്റ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു സ്ട്രോങ് ഫീലിംഗ് ദാറ്റ് സംതിങ് ഹാസ് ടു ബി ഡൺ, ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള സ്ട്രോങ് ഫീലിങ്ങിനെ സൂചിപ്പിക്കുന്നിടത്ത് വരുന്ന ഓക്സിലറി വെർബാണ് മസ്റ്റ് എന്നുള്ളത്. ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ, നെസസിറ്റി, കമ്പൽഷൻ, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? മസ്റ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യു ഡാഷ് ബി കിഡിങ്, ഹൗ ഇസ് ദറ്റ് പോസിബിൾ? അപ്പൊ എന്തോ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആരോ പരാമർശിച്ചു. അപ്പോൾ മറുപടി ആയിട്ട് മറ്റേയാൾ പറയാണ് യു ഡാഷ് ബി കിഡിങ്. ഇതൊരു ആക്ച്വലി ഒരു പ്രയോഗമാണ്, യു മസ്റ്റ് ബി കിഡിങ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ കോമൺ യൂസേജിൽ പറയുന്നതാണ്. യു മസ്റ്റ് ബി കിഡിങ് ദോ എന്നൊക്കെ നമ്മൾ പറയും. എന്താ ഉദ്ദേശിക്കുന്നത്? നീ കള്ളം പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല എന്ന് ഉദ്ദേശിച്ച് പറയുന്നതാണ് ഡാഷ് ബി കിഡിങ്. അപ്പൊ അവിടെ വരേണ്ട വേർബ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. ഓക്കെ, യു മസ്റ്റ് ബി കിഡിങ്, അത് പഠിച്ചു വെച്ചോ, ഇത് ഇങ്ങനെ വരാറുള്ളൂ. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? അപ്പൊ ഒട്ടും സംഭവിക്കില്ലാത്ത കാര്യം, ഇത് കാക്ക മലന്ന് പറഞ്ഞു, നീ വെറുതെ പറയുന്നതാ എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് അത് സംഭവിക്കാനേ സാധ്യതയില്ല എന്ന് പറയുന്നിടത്ത് പറയുന്നതാണ് യു മസ്റ്റ് ബി കിഡിങ് എന്നുള്ളത്. മൈറ്റ് അല്ല, ക്യാൻ അല്ല, മേ അല്ല, മസ്റ്റ് ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, യു മസ്റ്റ് ബി കിഡിങ്, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഇവിടെ മോഡൽ ഓക്സിലറി മസ്റ്റ് ആണ്. ഒരു സ്ട്രോങ് സെർട്ടനിറ്റി അല്ലെങ്കിൽ ഫേം ബിലീഫ്, ഉറച്ച വിശ്വാസത്തിന്റെ പുറത്ത് പറയുന്നതാണ് നീ വെറുതെ പറയുന്നതാണ് എന്നുള്ളത്. ദ സ്പീക്കർ സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് ദ അതർ പേഴ്സൺ ഇസ് ജോക്കിംഗ് ബിക്കോസ് സംതിങ് സീംസ് അൺബിലീവബിൾ ഓർ ഇംപോസിബിൾ. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഒരു രീതിയിലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമായതുകൊണ്ട് മറ്റേയാൾ കള്ളം പറയുന്നതാണ് എന്ന് വിശ്വസിച്ച് ഇയാൾ പറയുന്നതാണ് യു മസ്റ്റ് ബി കിഡിങ് എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ക്വസ്റ്റ്യൻ? ദ ബ്രദേഴ്സ് ടുഗെദർ വിത്ത് ദെയർ സിസ്റ്റർ ഡാഷ് ഹിയർ. ഇവിടെ ഉണ്ടല്ലോ ഓക്സിലറി ആണ് ചോദിച്ചിരിക്കുന്നത്, മോഡൽ ഓക്സിലറി ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം? ദ ബ്രദേഴ്സ് ടുഗെദർ വിത്ത് ദെയർ സിസ്റ്റർ എന്ന് പറയുന്നിടത്ത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ റൂളും കൂടെ വരുന്നുണ്ട്. നമുക്കറിയാം, അതായത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഒരു ക്ലാസിക് റൂളാണ്. ഒരു സബ്ജക്റ്റ് പ്ലസ് എലോങ് വിത്ത്, ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത് എന്നൊക്കെ പറഞ്ഞ് വരുന്നതിൽ ഈ ടുഗെദർ വിത്ത് കഴിഞ്ഞിട്ട് വരുന്ന ഒന്നും, അല്ലെങ്കിൽ ആസ് വെൽ ആസ് കഴിഞ്ഞ്, എലോങ് വിത്ത് കഴിഞ്ഞ് ഏതൊക്കെയാണ്? ആസ് വെൽ ആസ്, എലോങ് വിത്ത്, ഇതിനൊക്കെ ശേഷം വരുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല. അത് കഴിഞ്ഞ് വരുന്നതിനെ അല്ല, വെർബിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റിനെയാണ് ആദ്യം വരുന്നതിനെ. ഇതിനകത്ത് ഇപ്പോൾ ബ്രദേഴ്സ് ടുഗെദർ വിത്ത് ദെയർ സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ബ്രദേഴ്സ് പ്ലൂരലാണ്, സിസ്റ്റർ സിംഗുലർ ആണ്. ഇപ്പൊ സിസ്റ്ററിനെയാണ് നമ്മൾ, അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ വെർബിന്റെ അടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റിനെ അല്ലെങ്കിൽ നൗണിനെയാണ് നോക്കുക. പക്ഷെ അങ്ങനെ നോക്കി കഴിയുമ്പോൾ സിസ്റ്റർ ഇവിടെ സിംഗുലർ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ്, എലോങ് വിത്തിനൊക്കെ ശേഷം വരുന്നതല്ല, അതിനകത്ത് ആദ്യം വരുന്നതാണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ദ ബ്രദേഴ്സ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് അനുസരിച്ച് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ ബ്രദേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ എന്താ വരിക? ഈസും വാസും ആമും സിംഗുലർ ആണ്, ആറാണ് ഇവിടെ പ്ലൂറൽ ആയിട്ട് വരുന്നത്, ആറാണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മോഡൽ ഓക്സിലറി മാത്രമല്ല, പ്രൈമറി ഓക്സിലറി മാത്രമല്ല, നമ്മൾ ഏതും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, സബ്ജക്ട് വെർബ് അഗ്രിമെന്റിന്റെ റൂളും കൂടെ കൺസിഡർ ചെയ്താണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കമല ടുക്ക് എ ലോങ് ഫ്ലൈറ്റ് ഫ്രം ടാൻസാനിയ. ടാൻസാനിയയിൽ നിന്ന് ഒരു വലിയ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് കമല ഇവിടെ എത്തിയത്. ഷീ ഡാഷ് ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്. ഐ ടോൾഡ് യു ഡാഷ് റെസ്റ്റ് ഡിയർ. അപ്പൊ അത്രയും വലിയൊരു ഫ്ലൈറ്റ് എടുത്ത് വന്ന കമല പ്രോബബ്ലി എന്തായിരിക്കും, എക്സോസ്റ്റഡ് ആയിരിക്കും. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു നീ റെസ്റ്റ് എടുക്കണം എന്ന്. അപ്പൊ ഇവിടെ വരണ്ട മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഷീ ഡാഷ് ബി എക്സോസ്റ്റഡ്, ഷീ കുഡ് ബി എക്സോസ്റ്റഡ്, അവിടെ ഒരു സ്ലൈറ്റ് പോസിബിലിറ്റി. ഷീ ഷുഡ് ബി എക്സോസ്റ്റഡ്, ഒരു അഡ്വൈസ് ഒന്നും അല്ലല്ലോ അവിടെ. ഷീ ക്യാൻ ബി എക്സോസ്റ്റഡ്, ക്യാൻ അല്ല വരേണ്ടത്. ഷീ മസ്റ്റ് ബി എക്സോസ്റ്റഡ് വരാം. ബാക്കി നമുക്ക് നോക്കാം. ഐ ടോൾഡ് യു ഡാഷ് റെസ്റ്റ് ഡിയർ. അപ്പൊ ഞാനൊരു അഡ്വൈസ് കൊടുക്കുകയാണ്, നീ റെസ്റ്റ് എടുത്തേ പറ്റൂ എന്ന് പറയുന്നിടത്ത് എന്താണ്? യു മൈറ്റ് റെസ്റ്റ് അല്ല. അതായത് യു മൈറ്റ്, അവിടെ ഒരു സ്ലൈറ്റ് പോസിബിലിറ്റിയുടെ പാസ്റ്റ് ടെൻസ് ആണ് മൈറ്റ് എന്ന് പറയുന്നത്, അതല്ല. യു മസ്റ്റ് റെസ്റ്റ്, നീ റെസ്റ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ യു ഷുഡ് റെസ്റ്റ്, ഷുഡ് വരാം, കാരണം അവിടെ ഒരു അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. നീ റെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നിടത്ത് യു ഷുഡ് റെസ്റ്റ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത് ഷീ ക്യാൻ ബി എക്സോസ്റ്റഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ഷീ മസ്റ്റ് ബി എക്സോസ്റ്റഡും ആൻഡ് യു ഷുഡ് ടേക്ക് റെസ്റ്റ് ഡിയർ, യു ഷുഡ് റെസ്റ്റ് ഡിയർ എന്ന് പറയുന്ന മസ്റ്റും ഷുഡും ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഷീ ഡാഷ് ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന ആൾക്കുള്ള സ്ട്രോങ് കൺവിക്ഷൻ ആണ് അവൾ എക്സോസ്റ്റഡ് ആയിരിക്കും, എന്തായാലും അവൾ എക്സോസ്റ്റഡ് ആണ്, അവൾ അത്രയും വലിയ ഫ്ലൈറ്റ് എടുത്ത് വന്നതാണ് എന്ന് പറയുമ്പോൾ മസ്റ്റ്, അവിടെ ഒരു സ്ട്രോങ് ബിലീഫിന്റെ പുറത്താണ് മസ്റ്റ് മോഡൽ ഓക്സിലറി ആയിട്ട് വരുന്നത്. പിന്നെ യു ഷുഡ് ടേക്ക് റെസ്റ്റ്, നീ റെസ്റ്റ് എടുത്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു അഡ്വൈസിന്റെ പുറത്താണ് ഷുഡ് വരുന്നത്. അപ്പൊ മസ്റ്റും ഷുഡും ആണ് ഇവിടെ മോഡൽ ഓക്സിലറീസ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഷീ മസ്റ്റ് ബി എക്സോസ്റ്റഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് അസംഷൻ അല്ലെങ്കിൽ സ്ട്രോങ് പോസിബിലിറ്റിയുടെ പുറത്താണ്. യു ഷുഡ് റെസ്റ്റ് എന്ന് പറയുന്നത് അഡ്വൈസിന്റെ പുറത്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് സുഹറ ലെൻറ്റ് us her car we dash. ഓക്കെ, ഇഫ് സുഹറ ലെൻറ്റ് us her car we dash. ഇവിടെ പ്രൈമറി ഓക്സിലറി അല്ല മോഡൽ ഓക്സിലറി ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിലും മൈറ്റ്, കുഡ്, കുഡ് ഹാവ് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരിക. പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് ഇതിന്റെ ഇഫ് കണ്ടീഷണൽ സെന്റൻസും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഇഫ് കണ്ടീഷണലില് ലെൻറ്റ് us a car, ഇവിടെ ലെൻറ്റ് ഏത് ടെൻസിലാണ് വരുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റിൽ ഇവിടെ ലെൻറ്റ് ആണ് വരുന്നതെങ്കിൽ ഇഫ് കണ്ടീഷണലിന്റെ റൂൾ അനുസരിച്ച് ഇവിടെ എന്തായിരിക്കും വരിക? വി കുഡ് ഗോ ടു ആലുവ. വി മൈറ്റ് ഹാവ് ഗോൺ വരില്ല, കുഡ് ഹാവ് ഗോൺ വരില്ല. കാരണം കുഡ് ഹാവ് ഗോണും ഈ ഹാവ് ഗോൺ വരുന്നത് എവിടെയാണ്? പാസ്റ്റ് പെർഫെക്റ്റിലാണ്. പക്ഷെ ഇവിടെ നമുക്ക് കുഡ് ഗോ ടു ആലുവ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റിൽ വരേണ്ടതാണ്. അപ്പോൾ കുഡ് ഗോ ടു ആലുവ, സി ആണ് ഇതിന് ആൻസർ വരുന്നത്. ഇതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ സുഹറ ലെൻറ്റ് us a car we could go to ആലുവ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഒരു പാസ്റ്റ് പോസിബിലിറ്റി, നടക്കാത്ത ഒരു പോസിബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇഫും സിമ്പിൾ പാസ്റ്റും വന്നാൽ വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ബേസ് വെർബ്. പക്ഷെ ഇവിടെ മൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നിട്ട് ഹാവ് ഗോൺ ആയതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാത്തത്. ഓക്കെ, ഇവിടെ കുഡ് കഴിഞ്ഞിട്ടും ഹാവ് ഗോൺ വന്നതുകൊണ്ടാണ് ഇത് രണ്ടും കൺസിഡർ ചെയ്യാത്തത്. നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ കുഡ് മാത്രം മതി. ഇനി ഇഫിന്റെ കണ്ടീഷണൽ സെന്റൻസസ് നോക്കുമ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ വരുന്നത് എന്താ? ഇഫും സിമ്പിൾ പ്രസന്റും ആണ് എങ്കിൽ വിൽ, ക്യാൻ, മേ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബാണ് വരേണ്ടത്. ഇത് റൂളാണ്, ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇനി സെക്കൻഡില് ഇഫും സിമ്പിൾ പാസ്റ്റും ആണ് വന്നതെങ്കിൽ വുഡും, കുഡും, മൈറ്റും ബേസ് ഫോം ഓഫ് ദ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി തേർഡ് കണ്ടീഷണൽ സെന്റൻസിൽ ഇഫും പാസ്റ്റ് പെർഫെക്റ്റും ആണ് എങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് ഗോൺ അല്ലെങ്കിൽ ഹാഡ് സീൻ എന്നൊക്കെ വരികയാണെങ്കിൽ വുഡും, കുഡും, മൈറ്റും, ഹാവും പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളും ആണ് വരേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ V3 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരിക. അപ്പൊ ഈ രീതിയിലാണ് ഇഫ് കണ്ടീഷണൽ സെന്റൻസുകൾ പോകുന്നത്. അപ്പോ ഫസ്റ്റ് എന്ന് പറയുന്നത് റിയൽ കണ്ടീഷൻ ആണ്. ഇഫ് ഷീ ലെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. വി ക്യാൻ ഗോ പ്രസന്റ് മോഡൽ മതി. ലൈക്ലി ടു ഹാപ്പൻ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ഫസ്റ്റ് റിയൽ കണ്ടീഷൻ വരുന്നതും. ആൻഡ് ഇഫ് ഷീ ലെൻസ് അവൾ തന്നാൽ ഞങ്ങൾക്ക് പോവാം. ഇഫ് ഷീ ലെൻസ് വി ക്യാൻ ഗോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് എന്താണ്? അൺറിയൽ കണ്ടീഷൻ ആണ്. പാസ്റ്റിൽ വരുന്നത് സിമ്പിൾ പാസ്റ്റിൽ ഇഫും സിമ്പിൾ പാസ്റ്റും ആണെങ്കിൽ ഇഫ് ഷീ ലെൻറ്റ് എന്താണ്? സിമ്പിൾ പാസ്റ്റ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. വി കുഡ് ഗോ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആയി. അൺലൈക്ലി ഓർ ഇമാജിനറി സിറ്റുവേഷൻ, വളരെ അൺലൈക്ലി ആയ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷനിലായ ഇഫും സിമ്പിൾ പാസ്റ്റും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇഫ് ഐ വേർ എ ബേർഡ്, ഇഫ് ഐ വൺ എ ലോട്ടറി, ആ രീതിയിൽ ഇഫ് ഐ വൺ
WON won a lottery. ആ രീതിയിലാണ് പാസ്റ്റ് വരുന്നത്. അൺറിയൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നടക്കാൻ സാധ്യതയില്ല. ഇനി തേർഡ് എന്ന് പറയുന്നതോ ഇഫ് ഷീ ഹാഡ് ലെൻറ്റ്, അവള് തന്നിരുന്നെങ്കിൽ വി കുഡ് ഹാവ് ഗോൺ, അവിടെയാണ് ഹാവ് വരുന്നത്. ഓക്കെ, റിഗ്രറ്റ് അബൌട്ട് ദ പാസ്റ്റ്, ഇവിടെ പാസ്റ്റ് ആണ്, ഇവിടെ നടക്കാമായിരുന്നു, അവൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനെ വരുമായിരുന്നു. ഇഫ് ഷീ ഹാഡ് സ്റ്റഡി വെൽ ഷീ കുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. If she had gone to that venue, she could have seen that performance എന്ന് വരുന്നിടത്ത് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നിടത്ത് കുഡ്, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. അപ്പൊ ഈ രണ്ട് ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്, റൂൾസ് ആണ്, പഠിച്ചു വെക്കാം. ഇഫ് കണ്ടീഷൻ ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, യു ഡാഷ് വാഷ് ദോസ് ഗ്ലാസസ്, ദേ ആർ ക്ലീൻ. അപ്പോ അത് ക്ലീൻ ആണ്, അപ്പൊ നീ വാഷ് ചെയ്യേണ്ട കാര്യമില്ല എന്നല്ലേ പറയാ. ഇത് ഗ്ലാസസ് ക്ലീൻ ആണെങ്കിൽ പിന്നെ അത് വാഷ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെ വരുന്നത് എന്താ, യു വോണ്ട് വാഷ് ദ ഗ്ലാസസ്, ഡെയറന്റ് വാഷ് ദ ഗ്ലാസസ്, കാൺട്ട് വാഷ് ദ ഗ്ലാസസ്, നീഡിൻറ്റ് വാഷ് ദ ഗ്ലാസസ്. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് നീഡ് നോട്ടിനെ നമ്മൾ ചുരുക്കി പറയുന്നതാണ് എന്ത്, നീഡിൻറ്റ് എന്നുള്ളത്. അപ്പൊ യു നീഡ് നോട്ട് വാഷ് ദോസ് ഗ്ലാസസ്, ദേ ആർ ക്ലീൻ. അത് നീ വാഷ് ചെയ്യേണ്ട കാര്യമില്ല, അത് ക്ലീൻ ആണ്. യു വോണ്ട് വാഷ് ദോസ് ഗ്ലാസസ് എന്ന് പറയുമോ, നീ അത് വാഷ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നീ ചെയ്യില്ല, അങ്ങനെയല്ലല്ലോ. ഡെയറന്റ് വാഷ് ദ ഗ്ലാസസ്, അവിടെ ഒരു വാർണിംഗ് ആണ് വരുന്നത്, അവിടെ വാർണിംഗിന്റെ കാര്യമില്ലല്ലോ. ആൻഡ് കാൺട്ട് വാഷ് ദ ഗ്ലാസസ്, നിനക്കത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയും അല്ലല്ലോ, അവിടെ എബിലിറ്റിയുടെ കുറവല്ലല്ലോ, നീ അത് വാഷ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നിടത്ത് നീഡ് നോട്ട് വാഷ് ദ ഗ്ലാസസ്, അതിന്റെ നീഡ് ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നിടത്താണ് നീഡ് നോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടാക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ, സ്റ്റേറ്റ്മെന്റ്സ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അതിനകത്തെ ഓക്സിലറി വേർബ്സ്, മോഡൽ ഓക്സിലറി വേർബ്സ്, പ്രൈമറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വേർബ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, ക്വസ്റ്റ്യൻ ടാക്സ് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ പ്രൈമറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വേർബ്സ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം, ഡു, ഡസ്, ഡിഡ്. ഓക്കെ, ഇതിന്റെ ബേസിസിലാണ് എന്ത് വരിക, ആൻസർ വരിക, ക്വസ്റ്റ്യൻ ടാഗ് വരിക. അപ്പം അത്രേ അറിഞ്ഞിരുന്നാൽ മതി. He used to be punctual. He used to be punctual. He used to. ചില വേർഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്കാഴ്സ്ലി, ബെയർലി, എവർ, നെവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം, സ്റ്റേറ്റ്മെന്റിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം എന്ന് നമുക്കറിയാം. ഈ യൂസ്ഡ് ടു കണ്ടു കഴിയുമ്പോൾ നമുക്കത് നെഗറ്റീവ് അല്ലേ എന്ന് തോന്നാൻ ഒരു ചാൻസ് ഉണ്ട്. നെഗറ്റീവ് അല്ല, അവൻ അങ്ങനെ ചെയ്തിരുന്നു. He used to be punctual. അവൻ പങ്ക്ച്വൽ ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റിനെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ നമുക്കൊരു ഓക്സിലറി കാണാനില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കണം, ഡുവോ, ഡസ്സോ, ഡിഡോ എടുക്കണം. ഇവിടെ ഹി യൂസ്ഡ് ടു ബി പങ്ക്ച്വൽ എന്ന് പറഞ്ഞപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പാസ്റ്റ് ആണ്. പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തെടുക്കണം, ഡിഡ് എടുക്കണം. അത് ടെൻസോ ഫോമോ സിംഗുലർ പ്ലൂറൽ എന്തോ ആയിക്കോട്ടെ, ഡിഡ് എടുക്കുക. ആൻഡ് ഹി യൂസ്ഡ് ടു ബി പങ്ക്ച്വൽ, അവൻ പങ്ക്ച്വൽ ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹി ആണ് നമ്മുടെ പ്രൊനൗൺ വരേണ്ടത്, ഡിഡിൻറ്റ് ഹി. ഡി ആണ് ആൻസർ വരിക. ഓക്കെ, ഹി യൂസ്ഡ് ടു ബി പങ്ക്ച്വൽ, ഡിഡിൻറ്റ് ഹി. യൂസ്ഡ് ടു പാസ്റ്റ് ഹാബിറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഡിഡോ ഡിഡിൻറ്റോ ആണ് വരേണ്ടത്, പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഡിഡിൻറ്റ് എടുക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഉള്ളതിൽ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആണ്. ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ലെറ്റസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സംശയമില്ല, ഷാൽവിയിലാണ് ക്വസ്റ്റ്യൻ ടാഗ് അവസാനിക്കേണ്ടത്. ഷാൽവി, ലെറ്റസ് ഗോ ഫോർ എ വാക്ക്, ഷാൽവി എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, ലെറ്റസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഷാൽവിയിൽ അവസാനിപ്പിക്കാം. ഇനി ഐ ടോൾഡ് യു, ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഐ ടോൾഡ് യു എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ടാഗ് എന്ത് വരണം, നെഗറ്റീവ് വരണം. പക്ഷേ നോക്കിക്കോ, ഇതിനകത്ത് ഓക്സിലറി ഒന്നും കാണാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡുവോ, ഡസ്സോ, ഡിഡോ, ഡസ്സോ, ഡിഡോ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഐ ടോൾഡ് യു ആണ്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ടെല്ലിന്റെ പാസ്റ്റ് ആണ് ടോൾഡ്. അപ്പൊ ടോൾഡ് വരുന്നിടത്ത് ഡിഡ് ആണ് വരേണ്ടത്. നെഗറ്റീവ് ആയിരിക്കണം ടാഗ്. അപ്പൊ ഡിഡ് ഐ അല്ല, ഡിഡിൻറ്റ് ഐ ആണ് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മീരാസ് പാരന്റ്സ് ഹെൽപ്ഡ് ഹെർ ടു ഡു ഹർ ഹോംവർക്ക്. മീരയുടെ പാരന്റ്സ് അവളെ ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ആരാ ചെയ്യുന്നത്, മീരയുടെ പാരന്റ്സ് ആണ്. അപ്പൊ പാരന്റ്സ് ആയതുകൊണ്ട് എന്ത് വരണം, പ്രൊനൗൺ ദേ വരണം. ഓക്കെ, പാരന്റ്സ് ആണ്, പ്ലൂറലിൽ എടുക്കണം, ദേ വരണം.
അപ്പോ ഷീ അല്ല. മീരാസ് പാരൻസ് ഹെൽപ് ഹെർ ടു ഡു ഹർ ഹോംവർക്ക് ആണ്. ഇവിടെ ആക്ഷൻ ചെയ്യുന്നത് മീരയുടെ പാരൻസ് ആയതുകൊണ്ട് മീരയുടെ പാരൻസിനെ ഡിനോട്ട് ചെയ്തതുകൊണ്ട് ദേ ആണ് പ്രൊണൗൺ വരേണ്ടത്. ഇനി മീരാസ് പാരൻസ് ഡിഡ് ആണ്. ഹെൽപ് ഹെർ ടു ഡു ഹർ ഹോംവർക്കിൽ നമുക്ക് ഓക്സിലറി ഒന്നും കാണാനില്ല. പക്ഷെ ഹെൽപ്ഡ് ആണ്. ഡുവോ ഡിസോ ഡിഡിലോ ഏതാ വരേണ്ടത്? ഹെൽപ്ഡ് ആയതുകൊണ്ട് പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡ് ആണ് വരേണ്ടത്. ഡിഡിൻറ്റ് ദേ. സി ആണ് ആൻസർ വരിക. ഓക്കെ, ഡോണ്ട് എന്തുകൊണ്ടാണ് വരാത്തത്? കാരണം ഇത് പാസ്റ്റിൽ കിടക്കുകയാണ്, ഡിഡേ എടുക്കാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർഡ്ലി, എവർ, നെവർ, സ്കാഴ്സ്ലി, ബെയർലി എന്നൊക്കെ വരുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്ന സാഹചര്യത്തിലാണ്. അത് നെഗറ്റീവ് ആണ് എങ്കിൽ നമ്മൾ എന്തെടുക്കണം? ടാഗ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. കാരണം ഇവിടെ സെന്റൻസ് നെഗറ്റീവായി. ഓക്കെ, അപ്പൊ ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക് എന്നുള്ളതിൽ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവായി, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ടാഗ് പോസിറ്റീവ് ആയിരിക്കണമെങ്കിൽ ഡോണ്ടും ഡെസന്റും പോയില്ലേ? ഒരു മിസ്റ്റേക്കും ചെയ്യാറില്ല ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഡെസ്, ഡു, ഡെസ്, ഡിഡ് ആണ് നമ്മൾ ഓക്സിലറി ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിനകത്ത് ഇവൻ ഹി സിംഗുലർ ആയതുകൊണ്ടും ഇവിടെ പാസ്റ്റ് ആക്ഷനെ അല്ല സൂചിപ്പിക്കുന്നുള്ളത് കൊണ്ടും ഡസ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. എ, ഡസ് ഹി, അവൻ ചെയ്യാറുണ്ടോ എന്നുള്ളത് എ ആണ് ആൻസർ വരേണ്ടത്. ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക്, ഡസ് ഹി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10. നീ 10 മുമ്പ് എത്തിയേ പറ്റൂ എന്ന് പറയുന്നിടത്ത് ഏതാണ് ഓക്സിലറി വരുന്നത്? ഹാവ് ആണ് ഓക്സിലറി വരുന്നത്. ഹാവ് ഓക്സിലറി വന്നാൽ എന്ത് ചെയ്യണം? ഹാവ് ഓക്സിലറി വന്നാൽ ഹാവിനെ തന്നെ എടുത്തിട്ടാൽ മതി. ഹാവൻറ്റ് യു ആണ് പ്രൊണൗൺ വരേണ്ടത്. യു. ഹാവൻറ്റ് യു സി ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹാവ് ഓക്സിലറി ആയിട്ട് തന്നെ ആക്ട് ചെയ്യാണ്. ഹാവ് മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാവിനെ എടുക്കാൻ പാടില്ല. ഡുവോ ഡെസ്സോ ഡിഡോ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10. ഹാവൻറ്റ് യു. ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ആണ് ഹാവൻറ്റ് ആക്കി നമ്മൾ. ഐ ആം വർക്കിംഗ് ഹാർഡ്. ഐ ആണ് വന്നിരിക്കുന്നത്. ഞാൻ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലേ എന്നാണ് ചോദിക്കേണ്ടത്. ആ ഇല്ലേ ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ടാഗ് നെഗറ്റീവ് ആണെങ്കിൽ ആം ആയി വെട്ടിക്കളയാലോ. ആൻഡ് ഐ ആം വർക്കിംഗ് ഹാർഡ്. അപ്പൊ ഐ ആമിനെ നെഗറ്റീവിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ വരേണ്ടത്? ആറന്റ് ഐ. ആമിന്റ് ഐ എന്നൊരു സാധനം ഇല്ല. ഇസിന്റ് ഇറ്റ് വരുമോ? ഇല്ല. ഇറ്റിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, എന്നെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആറന്റ് ഐ ആണ് വരേണ്ടത്. ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 ഓക്സിലറി വരുന്നുണ്ട്. ഹാസും വരുന്നുണ്ട്, അല്ല 2 ഓക്സിലറി വേർഡ്സ് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഹാസ് ആണോ ഹാഡ് ആണോ ഓക്സിലറി ആയിട്ട് ഹെൽപ്പിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്ത് ഒരെണ്ണം മെയിൻ വേർബാണ്. മെയിൻ വേർബിനെ അല്ല നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുന്നത്, ഓക്സിലറിനെയാണ്. ഓക്കെ, ഇവിടെ ഹാസും ഉണ്ട് ഹാഡും ഉണ്ട്. ജോൺ ഹാസ് നെവർ ഹാഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഹാസ്, നെവർ, ഹാഡ് എന്നാണ് പറയുന്നത്. ഈ ഹാഡ് കഴിഞ്ഞിട്ടാണ് ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ്. ജോൺ ഒരിക്കലും അവന്റെ ഭാര്യയുടെ കൂടെ വഴക്കുണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫിൽ ഹാഡ് ആണ് അവിടെ മെയിൻ വേർബായിട്ട് ആക്ട് ചെയ്യുന്നത്. ഹാസ് എന്താണ്? ഈ ഹാഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓക്സിലറി, ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഇതാണ് എന്ത് വരുന്നത്? ഓക്സിലറി വേർബ് വരുന്നത്. അതുകൊണ്ട് ഹാസ് വെച്ച് വേണം. ഹാസും ഹാഡും തമ്മിൽ കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ എന്താ നോക്കേണ്ടത്? ഏതാണ് മെയിൻ വേർബ്, ഏതാണ് ഓക്സിലറി എന്നുള്ളതാണ്. ഇവിടെ ഹാഡ് മെയിൻ വേർബായിട്ട്, അവിടെ ആക്ഷനെ സൂചിപ്പിക്കുന്നത് ഹാഡ് ആയതുകൊണ്ട് ഹാഡ് മെയിൻ വേർബും ഹാസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബും ആയിട്ട് മാറുകയാണ്. അപ്പൊ ഹാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ജോൺ ഹാസ് നെവർ ഹാഡ് എന്നാ പറയുന്നത്. ആ നെവർ എന്ന് പറഞ്ഞതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്തായി? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. ഒരിക്കലും അവൻ ഭാര്യയോട് വഴക്കുണ്ടാക്കിയിട്ടില്ല. ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നെഗറ്റീവ് ആയതെല്ലാം കട്ട് ചെയ്തു. ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫില് ഹാസ് ആണ് വരേണ്ടത്. അപ്പൊ ഹാസ് ഹി. ജോണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ പ്രൊണൗൺ എന്തായിരിക്കണം? ഹി ആയിരിക്കണം. ഹാസ് എന്താ ആൻഡ് ഓക്സിലറി ഏതായിരിക്കണം? ഹാസ് ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഹാസ് നെവർ ഹാഡിൽ ഓക്സിലറി ഏതാണ്? ഹാസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഹാസ് ഹി തന്നെ വരും.
അടുത്തത് നോക്കാം. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. കണ്ണും പൂട്ടി കൊടുക്കാം. ഷാൽ വി. ഓക്കെ, അതിനകത്ത് സംശയമൊന്നും വേണ്ട, ഷാൽ വി തന്നെയാണ് വരിക. അടുത്തത് നോക്കിക്കോ. എവ്രിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ് അല്ലേ? ഇതിനകത്ത് എന്താണ്? എവ്രിബഡി ആണ് വന്നിരിക്കുന്നത്. ക്ലെയിംസ് ടു ബി റൈറ്റിൽ തൽക്കാലം നമുക്ക് എന്തില്ല? മോഡൽ ഓക്സിലറി ഒന്നും ഇല്ല. അപ്പൊ ഡു, ഡെസ്, ഡിഡ്, ഇതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തേ പറ്റൂ. എവ്രിബഡിനെ കുറിച്ചാണ് പറയുന്നത്, പ്ലൂരലാ, ഡു ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോ ഇസിൻറ്റ് ഇറ്റ് അല്ല, ആറന്റ് ദേ അല്ല, വോണ്ട് അല്ല, ഡോണ്ട് ദേ. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ടാഗ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡു ഡോണ്ട് ആവും, എവ്രിബഡി ദേ ആവും. ഓക്കെ, അപ്പൊ ഡോണ്ട് ദേ എന്നുള്ളതാണ് വരിക. ഇനി അതുപോലെ തന്നെ എവ്രിബഡി, എവ്രി വൺ, സംബഡി, നോ ബഡി, ഇതിനൊക്കെ വരുമ്പോ എന്ത് വരണം? ദേ വരണം, പ്രൊണൗൺ ആയിട്ട്. ഇനി എവ്രിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ്, ഡോണ്ട് ദേ ആണ് ആൻസർ. അടുത്തത് നോക്കാം. രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ്. വല്ലപ്പോഴും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് സെൽഡം വരുന്നത്. ഓക്കെ, മറ്റേ സ്കാഴ്സ്ലി, ഹാർഡ്ലി, ഇതിലെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരു വാക്കാണ് സെൽഡം. അപ്പൊ സെൽഡം സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഓബിയസ്ലി സ്റ്റേറ്റ്മെന്റ് എന്തായി? നെഗറ്റീവായി. അപ്പൊ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ടാഗ് പോസിറ്റീവ് ആവുമ്പോൾ രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗിൽ നമുക്ക് മോഡൽ ഓക്സിലറി എന്തെങ്കിലും ഓക്സിലറി എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതണം? ഡുവോ, ഡെസ്സോ, ഡിഡോ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. രാമു ആയതുകൊണ്ട് ഹി ആണ് വരേണ്ടത് അല്ലേ? അപ്പൊ രാമു വന്നത് പോട്ടെ, ഹി ഉള്ളത് മാത്രം വെച്ചാൽ മതി. ഇനി സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആയതും പോട്ടെ. അപ്പൊ ഡസ് ഹി ആണോ, ഡിഡ് ഹി ആണോ? രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്. അവിടെ പാസ്റ്റ് അല്ല നമ്മൾ സൂചിപ്പിക്കേണ്ടത്, ഡസ് ഹി, പ്രസന്റിനെ കുറിച്ചാണ്. അപ്പൊ ഡസ് ആണ് വരിക. ഓക്കെ, ഡസ് ഹി ആണ് ആൻസർ വരിക. സെൽഡം നെഗറ്റീവ് മീനിങ്ങിലാണ്. നെവർ, ഹാർഡ്ലി, സ്കാഴ്സ്ലി, ബെയർലി, ഇതൊക്കെ എന്തെടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ടാഗ് എന്ത് വരും? പോസിറ്റീവ് ആയിട്ട് വരും. അപ്പൊ അത്രയാണ് നമുക്ക് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സിൽ നിന്നും ക്വസ്റ്റ്യൻ ടാക്സിൽ നിന്നും പഠിക്കാനുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.